കണ്ണൂരിൽ പെട്രോൾ പമ്പിൽ ജീവനക്കാരനെ കാറിടിച്ചു കൊല്ലാൻ പോലീസുകാരന്റെ ശ്രമം. കാറിന്റെ ബോണറ്റിന് മുകളിൽ ഇരുന്ന നിലയിൽ NKBT പെട്രോൾ പമ്പ് ജീവനക്കാരൻ അനിലിനെയും കൊണ്ട് ഏറെ ദൂരം മുന്നോട്ട് പോയി. കണ്ണൂർ DHQ പോലീസ് ഡ്രൈവർ സന്തോഷാണ് പരാക്രമം കാട്ടിയത്. കാർ വന്ന് ഇവിടെ വെച്ച് അപ്പോൾ അയാൾ ആദ്യം പറഞ്ഞു 500 രൂപ അടിക്കുന്നു പറഞ്ഞു. അപ്പോൾ 500 രൂപ അടിച്ചതിന് ശേഷം ഫുൾ ടാങ്ക് അടിച്ചിട്ട് എല്ലാം കൂടി ഒരു 1600 500 2100 റുപ്യ ഉണ്ട്. അപ്പോൾ അയാൾ പിന്നെ 1900 രൂപ തന്നിട്ട് പിന്നെ ഇതേ ഉള്ളാൻ എടുക്കാമെന്ന് പറഞ്ഞു. വേണ്ടിക്ക് നിങ്ങൾ വിളിച്ചു വന്നു എന്നാ പെട്രോൾ വിളിച്ചു വന്നു. അപ്പോൾ പെട്രോൾ വലിക്കാനൊന്നും കഴിയില്ല, നിങ്ങൾ പറയാം, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വെച്ചിട്ട് വഴി കൊടുത്തന്നെ വന്നു. അയാളെയും കയറ്റിയിട്ട് ഒറ്റപ്പോക്ക് ആരും മറ്റേ അനിലെന്ന് പറഞ്ഞാൽ അയാൾ ഫ്രണ്ടിൻ്റെ വോൾട്ട് എഴുതിയിട്ട് പോയി കഴിഞ്ഞു. ഒന്നും പറയാണ്ട് ആ വണ്ടി എഴുതിയിട്ട്. വിശദാംശങ്ങളുമായി മനോജ് മയിൽ ചേരുന്നു. മനോജ്, ഒരു പോലീസുകാരൻ തന്നെയാണ് ആക്രമണം നടത്തിയത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഷിനിത്ത്, ഇന്ന് വൈകിട്ട് 3:30 കൂടിയാണ് ഞെട്ടിക്കുന്ന ഈ സംഭവം നടന്നത്. കണ്ണൂർ DHQയിലെ മെസ് ഡ്രൈവർ സന്തോഷാണ് ഗുണ്ടായിസം കാണിച്ചത്. സ്വകാര്യ കാറിൽ പെട്രോൾ അടിക്കാൻ വന്ന സന്തോഷ് 2100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. അതിന് 1900 രൂപ നൽകി. ബാക്കി 200 രൂപ പോലീസ് വണ്ടിക്ക് പെട്രോൾ അടിക്കുമ്പോൾ തരാം എന്ന് പറയുകയും ചെയ്തു. ഇത് പമ്പ് ജീവനക്കാർ അനുവദിച്ചില്ല. കാർ എടുത്ത് മുന്നോട്ട് പോകാൻ ഈ പോലീസുകാരൻ ശ്രമിച്ചു. ജീവനക്കാരനായ അനിൽ കാർ മുന്നിൽ നിന്ന് തടയാൻ ശ്രമിച്ചു. അനിലിനെ ഇടിച്ചു മുന്നോട്ട് പോകാനായിരുന്നു ശ്രമം. ഇതിനിടയിൽ അനിൽ കാറിൻ്റെ ബോണറ്റിൽ പിടിച്ചു. അതിന് മുകളിൽ പിടിച്ചു നിൽക്കുമ്പോൾ തന്നെ കാർ മുന്നോട്ടെടുക്കുകയാണ് സന്തോഷ് ചെയ്തത്. കണ്ണൂർ ട്രാഫിക് പോലീസ് സ്റ്റേഷന് സമീപമാണ് ഈ കാർ പിന്നീട് നിർത്തിയത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ അനിലിനെ പിടിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ജീവൻ തന്നെ നഷ്ടമാകുമായിരുന്നു. അത്രയും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവൻ തിരിച്ചു കിട്ടിയതെന്നാണ് അനിലും പറയുന്നത്. എന്തായാലും ഈ അശോകൻ എന്ന ജീവനക്കാരനാണ് കാറിന് പെട്രോൾ അടിച്ചു കൊടുത്തത്. അദ്ദേഹവുമായി ഈ പോലീസുകാരൻ സംസാരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് പണം പിന്നീട് നൽകാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർ അത് അനുവദിച്ചില്ല. ഈ കാറെടുത്ത് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴാണ് മുന്നിൽ നിന്ന് ഈ അനിൽ ഈ കാറ് തടഞ്ഞത്. എന്തായാലും വലിയൊരു ദുരന്തം അവിടെ ഒഴിവായി എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. മറ്റൊരു കാര്യം, കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കണ്ണൂർ കളക്ട്രേറ്റിന് മുന്നിലെ പെട്രോൾ പമ്പിലേക്ക് പോലീസ് ജീപ്പ് നിയന്ത്രണം വിട്ട് കയറിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവത്തിലെ വിവാദ നായകനാണ് ഈ സന്തോഷ്. അന്ന് ഈ പോലീസ് ജീപ്പ് ഓടിച്ചിരുന്നത് സന്തോഷായിരുന്നു. എന്തായാലും ഈ ഇപ്പോഴത്തെ NKBT പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഈ പെട്രോൾ പമ്പ് ജീവനക്കാരുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വധശ്രമത്തിനാണ് കേസ് എടുത്തിട്ടുള്ളത്. എന്തായാലും പോലീസ് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ ഈ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വിശദമായ പരിശോധന ഉണ്ടാകും എന്നാണ് പോലീസ് പറയുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ശക്തമായ നടപടി ഈ സന്തോഷിനെതിരെ വേണം എന്ന നിലപാടിൽ തന്നെയാണ്. അതാണ് വധശ്രമത്തിന് തന്നെ കേസ് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും പെട്രോൾ അടിക്കാൻ വന്ന് അതിൻ്റെ പണം പൂർണ്ണമായും നൽകാതെ അത് ചോദിച്ചപ്പോൾ ഒരു ജീവനക്കാരനെ കൊല്ലാൻ ഒരു പോലീസുകാരൻ ശ്രമിച്ചു എന്ന വളരെ ഗുരുതരമായ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ശക്തമായ നടപടി എന്തായാലും പോലീസുകാരനെതിരെ ഉണ്ടാകും. പോലീസിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനുള്ളൊരു സാധ്യത തന്നെയുണ്ട്. ഈ പോലീസുകാരനെതിരെ നേരത്തെയും നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്ന ആവശ്യം കൂടി ഉയരുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ശക്തമായ നടപടി തന്നെ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇക്കാര്യത്തിൽ ഉടൻ തന്നെ റിപ്പോർട്ട് നൽകാൻ കണ്ണൂർ ടൗൺ SHOക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ACP CB ടോമിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണവും ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസുകാരൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ ഈ സംഭവം ആകെ ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ ഏവരും ഞെട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇതിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നത്. ഈ സംഭവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായും ഈ ദൃശ്യം മാറുകയാണ് ഷിനിത്ത്.